മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർട്ട്ണർഷിപ്പിലെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ഭാഗത്തിലെ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പിലേക്ക് പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് നിലവിലുള്ള പാർട്ട്ണർ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് പുതിയ പാർട്ട്ണർ നിലവിലുള്ള പാർട്ട്നേഴ്സിന് കോമ്പൻസേഷൻ നൽകേണ്ടതുണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി പുതിയ പാർട്ട്ണർ ഒരു എമൗണ്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി പുതിയ പാർട്ട്ണർ ഫേമിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് ഷെയർ ഓഫ് ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന ഷെയർ ഓഫ് ഗുഡ്വില്ലിലെ പ്രീമിയത്തിൻ്റെ ട്രീറ്റ്മെൻ്റാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഷെയർ ഓഫ് ഗുഡ്വിൽ അഥവാ പ്രീമിയം കണ്ടുപിടിക്കുന്നത് ഫേംസ് ഗുഡ്വിൽ ഇൻറ്റു പ്രോഫിറ്റ് ഷെയർ ഓഫ് ന്യൂ പാർട്ട്ണർ, അതായത് ഫേമിൻ്റെ ഗുഡ്വില്ലിൻ്റെ ന്യൂ പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിൻ്റെ എമൗണ്ട് എത്രയാണോ അതാണ് പ്രീമിയം അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ. ഓൾഡ് പാർട്ട്നേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി പുതിയ പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്നതാണ് പ്രീമിയം. അത് ക്യാഷ് ആയിട്ടാണ് സാധാരണ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവരുന്ന പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്നു. ഇവിടെ രണ്ട് ആക്ടിവിറ്റിയാണ് നടക്കുക. ഒന്ന്, ന്യൂ പാർട്ട്ണർ പ്രീമിയം കൊണ്ടുവരുന്നു. മറ്റൊന്ന്, ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്ന പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്നു. ന്യൂ പാർട്ട്ണർ പ്രീമിയം കൊണ്ടുവരുമ്പോഴുള്ള എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട്. എന്നാൽ ഈ കൊണ്ടുവന്ന പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുമ്പോൾ എൻട്രി എന്ന് പറയുന്നത് പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ നോക്കുക, ന്യൂ പാർട്ട്ണർ ഓൾഡ് പാർട്ട്നേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നുള്ള പ്രീമിയം കൊണ്ടുവന്ന് അത് ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുമ്പോൾ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട്, പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒന്നാമത്തെ എൻട്രിയിൽ പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്നു. രണ്ടാമത്തെ എൻട്രിയിൽ പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നു. ഈ രണ്ട് എൻട്രിയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിലെ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വില്ലിന്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കൺഫ്യൂഷൻ വരുന്നത് ഇത് ഓൾഡ് പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ള എൻട്രി അല്ല, മറിച്ച് ന്യൂ പാർട്ട്ണർ ഓൾഡ് പാർട്ട്നേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്തപ്പോഴുള്ള എൻട്രിയാണ് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ആക്റ്റീവ് ആക്കുക. വരുന്ന പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലിനെ നമുക്ക് 7 ആയിട്ട് തരംതിരിക്കാം. 1, പ്രീമിയം ഈസ് റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. 2, പ്രീമിയം ഈസ് ഫുള്ളി വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. 3, പ്രീമിയം ഈസ് വിഡ്രോൺ പാർഷ്യലി ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. 4, പ്രീമിയം ബ്രോട്ട് ഇൻ കൈൻഡ്. 5, when the new partner is not able to bring his share of goodwill. 6, goodwill appearing in the books at the time of admission. 7, hidden goodwill. ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഷെയർ ഓഫ് ഗുഡ്വിൽ അഥവാ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൾഡ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യാതെ ബിസിനസ് തന്നെ നിലനിർത്തുമ്പോഴുള്ള കേസാണ് ഒന്നാമത്തെ കേസ്. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം പരിചയപ്പെടാം. Usha and Valsa are partners sharing profits and losses in the ratio of 3:2. They admit Shiny for a 6th share. Shiny brought rupees 15,000 as premium. Journalize the transaction. ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്ന പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോബ്ലത്തിൻ്റെയും ആദ്യം സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തവർ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന എൻ്റെ വീഡിയോ കാണുക. ഈ പ്രോബ്ലത്തിൽ ഉഷയുടെയും വത്സയുടെയും ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഷൈനിയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഷൈനിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1/6 ആണ്. 6ൽ ഒരു ഭാഗം ഷൈനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരിക 5/6 ആണ്.
ആ 5 എന്നുള്ളത് ഉഷക്കും വത്സക്കും അവകാശപ്പെട്ടതാണ്. അത് അവരുടെ ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്നു. അത് തുല്യമായി വീതിക്കാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ സാക്രിഫൈസിങ് റേഷ്യോ അതിൻ്റെ ഫോർമുല വെച്ച് കാണേണ്ട ആവശ്യമില്ല. പ്രോബ്ലം നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇവിടെ ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. അതുകൊണ്ട് സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3:2. ഈ പ്രോബ്ലത്തിൽ ഷൈനി അഥവാ ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം, അതായത് ഷെയർ ഓഫ് ഗുഡ്വിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 15,000. അതുകൊണ്ട് നമുക്ക് ഷെയർ ഓഫ് ഗുഡ്വിൽ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഷൈനി കൊണ്ടുവരുന്ന 15,000 ഉഷക്കും വത്സക്കും അവകാശപ്പെട്ടതാണ്. അത് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്നു. 3:2 ആണ് അവരുടെ റേഷ്യോ. അങ്ങനെ വരുമ്പോൾ ഉഷയ്ക്ക് കിട്ടുക 15,000 ഇൻറ്റു 3/5 ഇസ് ഈക്വൽ ടു 9,000. വത്സക്ക് കിട്ടുക 15,000 ഇൻറ്റു 2/5 ഇസ് ഈക്വൽ ടു 6,000. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലിലെ ജേണൽ എൻട്രി നാം പഠിച്ചതാണ്. ക്യാഷ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഉഷയും വത്സയുമാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ടു ഉഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു വത്സാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് എഴുതി ശ്രദ്ധിക്കുക. ക്യാഷിന് നേരെ 15,000 പ്രീമിയം ആയിട്ട് ഷൈനി അഥവാ ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്നത്. ആ 15,000 ഉഷക്കും വത്സക്കും സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുമ്പോൾ ഉഷയ്ക്ക് കിട്ടുക 9,000, വത്സക്ക് കിട്ടുക 6,000. ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്ത് ഓൾഡ് പാർട്ട്നേഴ്സ് അത് ബിസിനസ്സിൽ നിലനിർത്താതെ പിൻവലിച്ചു കൊണ്ടുപോകുന്ന കേസാണ് രണ്ടാമത് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ഈ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. A and B are partners sharing profits and losses in the ratio of 3:1. They admit C for a fifth share for which he brings in rupees 8,000 for goodwill. A and B withdrawn the full amount of goodwill immediately in cash. Give journal entries. ഇങ്ങനെയുള്ള കേസിൽ രണ്ട് ആക്ടിവിറ്റിയാണ് ഉണ്ടാവുക. ഒന്ന്, ന്യൂ പാർട്ട്ണർ പ്രീമിയം കൊണ്ടുവരുന്നു. ആ കൊണ്ടുവന്ന പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ വീതിച്ചു കൊടുത്തിട്ടുള്ള പ്രീമിയം, ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്തിട്ടുള്ള പ്രീമിയം ബിസിനസ്സിൽ നിലനിർത്താതെ ഓൾഡ് പാർട്ട്നേഴ്സ് അത് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് എൻട്രിയാണ് ഈ കേസിൽ നാം പാസ് ചെയ്യുന്നത്. ഒന്നാമത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ പ്രീമിയം കൊണ്ടുവന്ന് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുമ്പോൾ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നാൽ രണ്ടാമത് ഈ പ്രീമിയം എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിലനിർത്താതെ പിൻവലിച്ചു കൊണ്ടുപോകുമ്പോൾ എൻട്രി എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ എയും ബിയുമാണ് പാർട്ട്നേഴ്സ്. 3:1 ആണ് അവരുടെ റേഷ്യോ. സി ആണ് അഡ്മിറ്റ് ചെയ്യുന്നത്. എ ഫിഫ്ത്ത് ഷെയർ എന്ന് പറഞ്ഞാൽ 1/5 സി അഡ്മിറ്റ് ചെയ്യുന്നത്. സി കൊണ്ടുവരുന്ന പ്രീമിയം എന്ന് പറയുന്നത് 8,000 ആണ്. ആ കൊണ്ടുവരുന്ന പ്രീമിയം എയും ബിയും ഫുൾ എമൗണ്ട് ആയിട്ട് ബിസിനസ്സിന് പിൻവലിച്ചു കൊണ്ടുപോകുന്നു. സാക്രിഫൈസിങ് റേഷ്യോയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഈ പ്രോബ്ലത്തിൽ ഫോർമുല ഉപയോഗിച്ച് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പ്രോബ്ലം നോക്കിക്കൊണ്ട് തന്നെ സാക്രിഫൈസിങ് റേഷ്യോ പറയാൻ കഴിയും. റിമൈനിങ് പോർഷൻ ആയിട്ടുള്ള 4 3:1 വീതിക്കാൻ കഴിയുന്നത്, ഓൾഡ് റേഷ്യോ തന്നെ വീതിക്കാൻ കഴിയുന്നത് കൊണ്ട് ഓൾഡ് റേഷ്യോ തന്നെയാണ് ഇതിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3:1. നോക്കുക, ന്യൂ പാർട്ട്ണറായിട്ട് സി കൊണ്ടുവരുന്ന പ്രീമിയം 8,000 എക്കും ബിക്കും 3:1 വീതിച്ചു കൊടുക്കുമ്പോൾ എക്ക് ലഭിക്കുക 8,000 ഇൻറ്റു 3/4 ഇസ് ഈക്വൽ ടു 6,000. ബിക്ക് ലഭിക്കുക 8,000 ഇൻറ്റു 1/4 ഇസ് ഈക്വൽ ടു 2,000. നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ രണ്ട് എൻട്രിയാണ് ഇതിൽ വരിക. ഒന്ന്, ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ടാമത്തെ എൻട്രി, ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ എമൗണ്ട്, അതായത് പ്രീമിയം ആയിട്ട് അവർക്ക് വീതിച്ചു കൊടുത്ത എമൗണ്ട് അവർ വിഡ്രോ ചെയ്യുമ്പോഴുള്ള എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ആദ്യം ന്യൂ പാർട്ട്ണർ പ്രീമിയം കൊണ്ടുവന്ന് ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എക്കും ബിക്കും വീതിച്ചു കൊടുക്കുമ്പോൾ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രീമിയം 8,000 ആണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ക്യാഷിന് നേരെ 8,000 എഴുതുന്നു. ആ 8,000 3:1 സാക്രിഫൈസിങ് റേഷ്യോയിൽ എക്കും ബിക്കും വീതിച്ചു കൊടുക്കുമ്പോൾ എയുടെ ക്യാപിറ്റൽ വരിക 6,000 ആണ്, ബിയുടെ ക്യാപിറ്റൽ വരിക 2,000 ആണ്. അടുത്തത് എക്കും ബിക്കും കിട്ടിയ എമൗണ്ട് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്ന എൻട്രിയാണ്. എൻട്രി ഇങ്ങനെയാണ് വരിക.
എസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എക്ക് കിട്ടിയത് 6000 ആണ്, ബിക്ക് കിട്ടിയത് 2000 ആണ്. ടോട്ടൽ അവർ വിഡ്രോ ചെയ്യുന്നത് 8000 ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്താനും മറക്കരുത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്ത് അങ്ങനെ വീതിച്ചു കൊടുക്കുന്ന എമൗണ്ടിലെ പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യുന്നതാണ് മൂന്നാമത്തെ കേസ്. നേരത്തെയുള്ള പ്രോബ്ലത്തിന് ചെറിയൊരു വ്യത്യാസം വരുത്തി നമുക്കിത് മനസ്സിലാക്കാം. A and B are partners sharing profits and losses in the ratio of 3:1. They admit C for a fifth share for which he brings in rupees 8,000 for goodwill. A and B withdrawn half the amount of goodwill immediately in cash. Give journal entries. നേരത്തെയുള്ള പ്രോബ്ലത്തിന് വ്യത്യസ്തമായി ഇതിൽ വരുന്നത് കൊണ്ടുവരുന്ന എമൗണ്ടിൻ്റെ ഹാഫ് എയും ബിയും വിഡ്രോ ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം. ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ 3:1. 8000 ആണ് സി പ്രീമിയമായി കൊണ്ടുവരുന്നത്. അത് 3:1 എക്കും ബിക്കും വീതിച്ചു കൊടുക്കുമ്പോൾ എക്ക് കിട്ടുക 6000, ബിക്ക് കിട്ടുക 2000. രണ്ടാമത്തെ കേസും വ്യത്യസ്തമായി ഇതിൽ ജേണൽ എൻട്രിക്ക് മാറ്റമൊന്നും വരാനില്ല. പ്രീമിയം കൊണ്ടുവന്ന് ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സായ എക്കും ബിക്കും വീതിച്ചു കൊടുക്കുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. 8000 ആണ് കൊണ്ടുവരുന്നത്. 3:1 വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എക്ക് 6000 രൂപ കിട്ടുന്നു, ബിക്ക് 2000 രൂപ കിട്ടുന്നു. രണ്ടാമത്തെ എൻട്രി വരിക എസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ്, അതായത് എമൗണ്ട് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എൻട്രി. പക്ഷേ ഇതിൽ ഹാഫ് എമൗണ്ട് മാത്രമേ വിഡ്രോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എ 6000 കിട്ടുന്നുണ്ടെങ്കിലും ഹാഫ് എന്ന് പറയുന്നത് 3000 ആണ്. അതുകൊണ്ട് എയുടെ ക്യാപിറ്റൽ വരിക 3000 ആണ്. അതുപോലെ ബിക്ക് 2000 കിട്ടുന്നുണ്ടെങ്കിലും ഹാഫ് എമൗണ്ട് മാത്രമാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നേരെ വരിക 1000 ആണ്. 8000 ആണ് മൊത്തം പ്രീമിയം എങ്കിലും ഹാഫ് എമൗണ്ട് വിഡ്രോ ചെയ്തു പോകുമ്പോൾ ക്യാഷിന് നേരെ വരിക 4000 ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്താനും മറക്കരുത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ലിൽ നാലാമത്തതാണ് പ്രീമിയം ബ്രോട്ട് ഇൻ കൈൻഡ്. പ്രീമിയം വസ്തുവായിട്ട് അസറ്റായിട്ട് കൊണ്ടുവരിക. പുതിയ പാർട്ട്ണർ പ്രീമിയം ക്യാഷായിട്ട് കൊണ്ടുവരുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അസറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയാൻ പോകുന്നത്. നാം പഠിച്ചത് ക്യാഷായിട്ട് പ്രീമിയം കൊണ്ടുവന്നാലുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. എന്നാൽ ഇവിടെ ക്യാഷിന് പകരം അസറ്റാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ജേണൽ എൻട്രി വരിക അസറ്റ്സ് അക്കൗണ്ട് അറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം പരിചയപ്പെടാം. മനു ആൻഡ് മുനീർ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. On April 1st, 2013, they admit Mahesh as a new partner for 3/13 share in profits. The new ratio will be 5:5:3. Mahesh contributed the following assets towards his capital and for his share of goodwill: stock 40,000, debtors 60,000, land 1 lakh, plant and machinery 60,000. On the date of admission of Mahesh, the goodwill of the firm was valued at rupees 5,20,000. Record necessary journal entries in the books of the firm on Mahesh admission. മനുവും മുനീറുമാണ് പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. മഹേഷിനാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. മഹേഷിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 3/13 ആണ്. മഹേഷ് വന്നതിന് ശേഷം, അതായത് മനുവിൻ്റെയും മുനീറിൻ്റെയും മഹേഷിൻ്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അഥവാ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 5:5:3 ആണ്. പിന്നീട് പറയുന്നത് മഹേഷ് ക്യാഷിന് പകരം അസറ്റാണ് കൊണ്ടുവരുന്നത്. അത് അദ്ദേഹം ക്യാപിറ്റലായിട്ടും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുഡ്വില്ലിൻ്റെ ഷെയറുമായിട്ട് കൊണ്ടുവരുന്നത് അസറ്റാണ്. അദ്ദേഹം കൊണ്ടുവരുന്ന അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് 40,000, ഡെപ്റ്റേഴ്സ് 60,000, ലാൻഡ് 1,00,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 60,000. ആ ഡേറ്റിൽ, അതായത് മഹേഷിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഡേറ്റിൽ ഫേമിൻ്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത് 5,20,000 ആണ്. അസറ്റ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
എന്നിരുന്നാലും കഴിഞ്ഞ 3 പ്രോബ്ലത്തിന് വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിൽ ഓൾഡ് റേഷ്യോൻ്റെ കൂടെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഷെയർ ഓഫ് ഗുഡ് വിൽ നേരിട്ട്, അതായത് പ്രീമിയം നേരിട്ട് എമൗണ്ട് തന്നിരുന്നു. എന്നാൽ ഈ പ്രോബ്ലത്തിൽ ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ് വില്ലാണ് തന്നിരിക്കുന്നത്. 5,20,000 എന്ന് പറയുന്നത് ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ് വില്ലാണ്. കഴിഞ്ഞ 3 പ്രോബ്ലത്തിലും റിമൈനിങ് പോർഷൻ ഓൾഡ് റേഷ്യോയിൽ തന്നെ വീതിക്കുന്നത് കൊണ്ട് ഓൾഡ് റേഷ്യോ തന്നെയായിരുന്നു സാക്രിഫൈസിങ് റേഷ്യോ. ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഈ പ്രോബ്ലത്തിൽ ഓൾഡ് റേഷ്യോയും അതുപോലെ തന്നെ ന്യൂ റേഷ്യോയും തന്നതുകൊണ്ട് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നാം സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആദ്യം നാം മനുവിൻ്റെ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുന്നു. മനുവിൻ്റെ ഓൾഡ് റേഷ്യോ, അതായത് 3:2 മനുവിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3/5 ആണ്. മനുവിൻ്റെ ന്യൂ റേഷ്യോ, അതായത് 5:5:3 മനുവിൻ്റെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 5/13 ആണ്. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ മനുവിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, അതായത് 3/5 മൈനസ് 5/13. ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമായതുകൊണ്ട് ഡിനോമിനേറ്റർ തുല്യമാക്കുന്നതിന് വേണ്ടി രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × 13 = 65. അടുത്തതായി ഒന്നാമത്തതിൻ്റെ ന്യൂമറേറ്ററും രണ്ടാമത്തതിൻ്റെ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 13 = 39. അടുത്തതായി ഒന്നാമത്തതിൻ്റെ ഡിനോമിനേറ്റർ 5ഉം രണ്ടാമത്തതിൻ്റെ ന്യൂമറേറ്ററായി 5ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × 5 = 25. അങ്ങനെ വരുമ്പോൾ മനുവിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ = 39 - 25/65 = 14/65. അതുപോലെ മുനീറിൻ്റെയും സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മുനീറിൻ്റെ ഓൾഡ് റേഷ്യോ 2/5, മുനീറിൻ്റെ ന്യൂ റേഷ്യോ 5/13. മുനീറിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ = 2/5 - 5/13. ഡിനോമിനേറ്റർ സെയിം ആക്കുന്നതിന് വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 5 × 13 = 65, 2 × 13 = 26, 5 × 5 = 25. അങ്ങനെ വരുമ്പോൾ 26 - 25/65 = 1/65. ഈ പ്രോബ്ലത്തിലെ സാക്രിഫൈസിങ് റേഷ്യോ = 14:1. സാക്രിഫൈസിങ് റേഷ്യോയുമായി ബന്ധപ്പെട്ട സംശയമുള്ളവർ എൻ്റെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന വീഡിയോ കാണുക. ഈ പ്രോബ്ലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ പ്രോബ്ലത്തിൽ ഷെയർ ഓഫ് ഗുഡ് വിൽ പ്രീമിയം തരുന്നതിന് പകരം ഫേമിൻ്റെ ടോട്ടൽ ഗുഡ് വില്ലാണ് തന്നിരിക്കുന്നത്. ഫേമിൻ്റെ ടോട്ടൽ ഗുഡ് വിൽ എന്ന് പറയുന്നത് 5,20,000 ആണ്. ഷെയർ ഓഫ് ഗുഡ് വിൽ അഥവാ പ്രീമിയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഫേമിൻ്റെ ഗുഡ് വില്ലിനെ ഷെയർ ഓഫ് ന്യൂ പാർട്ട്ണർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ന്യൂ പാർട്ട്ണർ മഹേഷാണ്. മഹേഷിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 3/13 ആണ്. ഫേമിൻ്റെ ഗുഡ് വിൽ 5,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഷെയർ ഓഫ് ഗുഡ് വിൽ അഥവാ പ്രീമിയം എന്ന് പറയുന്നത് 5,20,000 × 3/13 = 1,20,000. ഷെയർ ഓഫ് ഗുഡ് വിൽ അഥവാ പ്രീമിയമായിട്ട് മഹേഷ് കൊണ്ടുവരേണ്ട എമൗണ്ട് നാം കണ്ടുപിടിച്ചു, 1,20,000. ആ 1,20,000 മനുവിനും മുനീറിനും വീതിച്ചു കൊടുക്കണം അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ. സാക്രിഫൈസിങ് റേഷ്യോ 14:1 ആണ്. അപ്പോൾ മനുവിന് കിട്ടുക 1,20,000 14/15 എന്ന് പറയുന്നത് 1,12,000. മുനീറിന് കിട്ടുക 1,20,000 1/15 എന്ന് പറയുന്നത് 8,000. ഈ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ക്യാഷിന് പകരം അസറ്റ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. മഹേഷ് കൊണ്ടുവരുന്ന അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് 40,000, ഡെപ്റ്റേഴ്സ് 60,000, ലാൻഡ് 1,00,000, പ്ലാന്റ് ആൻഡ് മിഷനറി 60,000. മഹേഷ് കൊണ്ടുവരുന്ന ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 2,60,000. മഹേഷ് കൊണ്ടുവരുന്ന ഈ 2,60,000 എന്ന് പറയുന്നത് ക്യാപിറ്റലും ഷെയർ ഓഫ് ഗുഡ് വില്ലും കൂടിയിട്ടുള്ളതാണ്. ഷെയർ ഓഫ് ഗുഡ് വിൽ നാം കണ്ടുപിടിച്ചു 1,20,000. അങ്ങനെ വരുമ്പോൾ മഹേഷിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,60,000 നിന്ന് 1,20,000 കുറച്ച് കഴിഞ്ഞാൽ 1,40,000 മഹേഷിൻ്റെ ക്യാപിറ്റൽ കിട്ടുക. അപ്പോൾ മഹേഷ് കൊണ്ടുവരുന്ന 2,60,000 എന്ന അസറ്റ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ 1,40,000 അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ 1,20,000 വേണ്ടിയാണ്. മഹേഷ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് പ്രീമിയമായിട്ട് അസറ്റാണ് കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവരുന്ന ഷെയർ ഓഫ് പ്രീമിയം
ഓൾഡ് പാർട്ട്നേഴ്സായ മനുവിനും മുനീറിനും വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ഒന്നിച്ചിട്ടാണ് നാം എൻട്രിയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് എൻട്രി എന്ന് പറയുന്നത് അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു മഹേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു മനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു മുനീർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് നോക്കുക. അസറ്റ് കൊണ്ടുവന്നത് 2,60,000 അതിൽ 1,40,000 മഹേഷിൻ്റെ ക്യാപിറ്റലാണ്. ബാക്കി 1,20,000 ഷെയർ ഓഫ് പ്രീമിയമാണ്. ആ 1,20,000 സാക്രിഫൈസിങ് റേഷ്യോയിൽ, അതായത് 14:1 മനുവിനും മുനീറിനും വീതിച്ചു കൊടുക്കുന്നു. മനുവിന് 1,12,000 കിട്ടുന്നു, മുനീറിന് 8,000 കിട്ടുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ആക്റ്റീവ് ആക്കുക. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ 4 കേസുകൾ നാം ഡിസ്കസ് ചെയ്തു. ഇനി 5ാമത്തെ കേസ് എന്ന് പറയുന്നത് ന്യൂ പാർട്ട്ണർക്ക് ഗുഡ് വിൽ ക്യാഷായിട്ട് കൊണ്ടുവരാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾഡ് പാർട്ട്നേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ട എമൗണ്ട് ക്യാഷായിട്ട് ന്യൂ പാർട്ട്ണർക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ പ്രീമിയം എമൗണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ക്യാഷായിട്ട് കൊണ്ടുവരാൻ സാധിക്കാതെ വരികയും അദ്ദേഹത്തിൻ്റെ, അതായത് ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ഒരു പ്രോബ്ലം നോക്കൂ. എന്നും എസ്സുമാണ് പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അവർ പി എ ആണ് അഡ്മിറ്റ് ചെയ്യുന്നത്. 1/6 ആണ് പിയുടെ ഷെയർ. അതുപോലെ തന്നെ പി 3 lakh അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഗുഡ് വിൽ കൊണ്ടുവരാനുള്ള എമൗണ്ട് ഇല്ല എന്നാണ് പ്രോബ്ലത്തിൽ പറയുന്നത്. ആ സമയത്ത്, അതായത് പി എ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫേമിൻ്റെ ഗുഡ് വിൽ എന്ന് പറയുന്നത് 3 lakh ആണ്. ഈ പ്രോബ്ലത്തിൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3:2. ഫേമിൻ്റെ ഗുഡ് വിൽ 3 lakh ആണ്. അപ്പോൾ പിയുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ അഥവാ പ്രീമിയം കണ്ടുപിടിക്കാൻ 3 lakh ഇൻറ്റു 1/6 ഇസ് ഈക്വൽ ടു 50,000. പിയുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ അഥവാ പി കൊണ്ടുവരേണ്ട പ്രീമിയം എന്ന് പറയുന്നത് 50,000 ആണ്. ഈ 50,000 എന്നിനും എസ്സിനും വീതിച്ചു കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുമ്പോൾ എന്നിന് കിട്ടുക 50,000ൻ്റെ 3/5 30,000-ഉം എസ്സിന് കിട്ടുക 50,000ൻ്റെ 2/5 20,000-ഉം. ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക. ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവരുന്ന എൻട്രി കാണിക്കുന്നു. ക്യാഷ് അക്കൗണ്ട് ടു പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3 lakh. അടുത്തതായി പിക്ക് ക്യാഷായിട്ട് പ്രീമിയം കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രിയാണ്. എൻട്രി ഇങ്ങനെയാണ് വരിക. പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു എൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിയുടെ ക്യാപിറ്റലിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന 50,000 ആണ്. ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്ന 50,000 ആണ്. അത് സാക്രിഫൈസിങ് റേഷ്യോയിൽ എന്നിനും എസ്സിനും വീതിച്ചു കൊടുക്കുന്നു. എന്നിന് കിട്ടുക 30,000-ഉം എസ്സിന് കിട്ടുക 20,000-ഉമാണ്. 6ാമത്തെ കേസ് ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഷെയർ ഓഫ് ഗുഡ് വില്ലിലെ ട്രീറ്റ്മെൻ്റ് അല്ല, മറിച്ച് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫേമിൻ്റെ ബുക്കിൽ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുക എന്നതാണ്. പുതിയൊരു പാർട്ട്ണറെ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫേമിൻ്റെ ബുക്കിൽ അഥവാ ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ആ ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഗുഡ് വിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് വേണ്ടത്. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് കുറയുന്നത് കൊണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുന്നു. ഗുഡ് വിൽ എന്ന അസറ്റ് ഇല്ലാതാവുമ്പോൾ ഗുഡ് വിൽ എന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എൻട്രി വരിക ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഈ ഒരു പ്രോബ്ലം പരിചയപ്പെടാം. പിയും ക്യൂവുമാണ് പാർട്ട്നേഴ്സ്. 4:3 ആണ് അവരുടെ റേഷ്യോ. 6നെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. 6നെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം പിയുടെയും ക്യൂയുടെയും 6ൻ്റെയും ഷെയർ എന്ന് പറയുന്നത് ഈക്വലാണ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ 1:1:1. പുതിയ പാർട്ട്ണറായിട്ടുള്ള 6 ഫേമിലേക്ക് 50,000 ക്യാപിറ്റലായി കൊണ്ടുവരുന്നു. 49,000 അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ലായിട്ട് കൊണ്ടുവരുന്നു. ഇനിയാണ് നമ്മുടെ കേസ്. 6നെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫേമിൻ്റെ ബുക്കിൽ അഥവാ ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ 14,000 രൂപയുണ്ട്. ഓൾഡ് റേഷ്യോവും ന്യൂ റേഷ്യോവും പ്രോബ്ലത്തിൽ തന്നതുകൊണ്ട് സാക്രിഫൈസിങ് റേഷ്യോ ഫോർമുല ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കുക. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 5:2. ഷെയർ ഓഫ് ഗുഡ് വില്ലായിട്ട് 6 കൊണ്ടുവരുന്ന 49,000 സാക്രിഫൈസിങ് റേഷ്യോയിൽ പിക്കും ക്യൂവിനും വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ പിക്ക് ലഭിക്കുക 35,000-ഉം ക്യൂവിന് ലഭിക്കുക 14,000-ഉമാണ്. 2 എൻട്രിയാണ് ഈ പ്രോബ്ലത്തിൽ വരിക.
ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള ഗുഡ്വിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രിയാണ് ഒന്നാമത്തേത്. എൻട്രി ഈസ് പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഫേമിൻ്റെ ബുക്കിലുള്ള ഗുഡ്വിൽ എന്ന് പറയുന്നത് 14,000 അത് പിയുടെയും ക്യൂയുടെയും ക്യാപിറ്റൽ ഓൾഡ് റേഷ്യോയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പിയുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുക 8,000, ക്യൂവിൻ്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുക 6,000. അടുത്തത് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട എൻട്രിയാണ്. അഥവാ 6 കൊണ്ടുവരുന്ന ഷെയർ ഓഫ് ഗുഡ്വിൽ പിക്കും ക്യൂവിനും അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്ന എൻട്രിയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് എൻട്രി വരിക. എമൗണ്ട് വരിക 49,000 അദ്ദേഹം ഷെയർ ഓഫ് ഗുഡ്വില്ലായി കൊണ്ടുവരുന്നത്. അത് സാക്രിഫൈസിങ് റേഷ്യോയിൽ പിക്കും ക്യൂവിനും വീതിച്ചു കൊടുക്കുമ്പോൾ പിയുടെ ക്യാപിറ്റലിലേക്ക് വരിക 35,000 ക്യൂയുടെ ക്യാപിറ്റലിലേക്ക് വരിക 14,000. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ അവസാനത്തെ കേസാണ് ഹിഡൻ ഗുഡ്വിൽ. പ്രോബ്ലത്തിൽ ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഷെയർ ഓഫ് ഗുഡ്വിൽ അഥവാ പ്രീമിയത്തെക്കുറിച്ച് ഒന്നും പറയാതിരുന്നു കഴിഞ്ഞാലാണ് അതിനെ ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയുന്നത്. എന്നാൽ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ റെഫറൻസ് വെച്ചുകൊണ്ട് നാം വാല്യൂ ഓഫ് ഗുഡ്വിൽ അഥവാ പ്രീമിയം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ പ്രോബ്ലം പരിചയപ്പെടുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. ഇറ ആൻഡ് മീര ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2. Their capitals are ₹60,000 and ₹40,000 respectively. They admit Kamala as a new partner who will get 1/6 share in profits of the firm. Kamala brings in ₹25,000 as her capital. Find out the amount of goodwill on the basis of the above information. പ്രോബ്ലം ഒന്നുകൂടി വായിക്കുക. എങ്ങനെയാണ് ഹിഡൻ ഗുഡ്വിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. കമല കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 25,000 കമലയുടെ ഷെയർ എന്ന് പറയുന്നത് 1/6 ആണ്. ആ രണ്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000 ഇൻറ്റു 6/1 ഇസ് ഈക്വൽ ടു 1,50,000. അതിൻ്റെ ലോജിക്ക് ഇങ്ങനെയാണ്. കമലയുടെ ക്യാപിറ്റൽ 25,000 ആണ്. കമലയുടെ ഷെയർ 1/6. അതായത് 1/6 വേണ്ടിയിട്ട് കമല കൊണ്ടുവരുന്നത് 25,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഫേമിൻ്റെ മൊത്തം ഷെയർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പം 1 എന്നുള്ളത് 25,000 ആണെങ്കിൽ 6 എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ കിട്ടുന്നു. അങ്ങനെയാണ് അത് 1,50,000 കിട്ടുന്നത്. എന്നാൽ പ്രോബ്ലത്തിലെ ആക്ച്വൽ ക്യാപിറ്റൽ നോക്കുക. ഹിറയുടേത് 60,000 തന്നിട്ടുണ്ട്, മീരയുടേത് 40,000 തന്നിട്ടുണ്ട്, കമല കൊണ്ടുവന്നത് 25,000. അങ്ങനെയാണെങ്കിൽ ഫേമിൻ്റെ ആക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 60,000 + 40,000 + 25,000 ഇസ് ഈക്വൽ ടു 1,25,000. ഫേമിൻ്റെ ആക്ച്വൽ ടോട്ടൽ ക്യാപിറ്റൽ കിട്ടിയത് 1,25,000 ആണ്. എന്നാൽ കമല കൊണ്ടുവന്ന ക്യാപിറ്റലിൻ്റെയും അവരുടെ ഷെയറിൻ്റെയും അടിസ്ഥാനത്തിൽ നാം കണ്ടുപിടിച്ചിരിക്കുന്നത് ഫേമിൻ്റെ ക്യാപിറ്റൽ 1,50,000 ആണ്. ഇവിടെ കൂടുതൽ വന്നിട്ടുള്ള ആ 25,000 ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഹിഡൻ ഗുഡ്വിൽ കണ്ടുപിടിച്ചത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോഴുള്ള ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള 7 കേസുകളും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലവുമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ.